ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ്ലൈൻ ഫുട്ബോൾ. കുറച്ച് ദിവസമായിട്ട് ജോലി തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ മൂവുകൾ നടക്കുന്ന സമയമാണ്. സോ ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആർസണലിൽ കുറേ കാര്യങ്ങൾക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ശാന്തമായിട്ട് നിൽക്കുകയാണ്. എബ്രച്ചിയസയുടെ കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആർസണൽ ഫാൻസും എന്നുള്ളതാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ വമ്പൻ സ്റ്റെപ്സ് എടുത്തു വെക്കുകയാണ് എന്നുള്ളതാണ്. മത്യാസ് ക്യൂനയ്ക്കും എംബൂമോനും ശേഷം അവരുടെ മച്ച് വാണ്ടഡ് സ്ട്രൈക്കറെ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കർ സെർച്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാൻ യുണൈറ്റഡ് ഒരു വിജയകരമായ ഒരു സമാപ്തിയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. ബെഞ്ചമിൻ സെസ്കോൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ബെഞ്ചമിൻ സെസ്കോൻ്റെ പുറകെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഉണ്ടായിരുന്നു, ന്യൂകാസിൽ യുണൈറ്റഡും ഉണ്ടായിരുന്നു. പക്ഷേ പ്ലെയറിൻ്റെ താല്പര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. ഈവൻ വിത്തൗട്ട് യൂറോപ്യൻ ഫുട്ബോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മതി എന്ന് പ്ലെയർ ഡിസയർ കാണിച്ചായിട്ടാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ മാൻ യുണൈറ്റഡ് ബിഡ് വെച്ചിരുന്നത് ജസ്റ്റ് ബിലോ 74 മില്യൺ പൗണ്ട്സ് പെർഫോമൻസ് ആഡ് ഓൺസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ബിലോ 74 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു പാക്കേജാണ് ബിഡായിട്ട് മാൻ യുണൈറ്റഡ് വെച്ചിരുന്നത്. ന്യൂകാസിലിൻ്റെ ബിഡ് അതിനും കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ പ്ലെയറിന് മാൻ യുണൈറ്റഡ് മാത്രം മതി. ആ ഒരു ഫേവറിസം പ്ലെയർ മാൻ യുണൈറ്റഡിനോട് കാണിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഴ്സണൽ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എത്തിയതായിട്ട് റിപ്പോർട്ട്സ് വരുന്നു. 2030 ജൂൺ വരെ ഒരു എഗ്രിമെൻറ്റ് എത്തിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് RB ലൈപ്സിഗും മാൻ യുണൈറ്റഡുമായിട്ടും ആ ഒരു അവസാനത്തെ ഒരു ചർച്ചയുടെ ഫൈനൽ സ്റ്റേജസിലേക്ക് എത്തിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. മിക്കവാറും നടക്കുക തന്നെ ചെയ്യും. കാരണം പ്ലെയറിന് എന്തായാലും മാറണമെന്ന് ഇത്രയും ആഗ്രഹമുള്ളപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബിഡ് വന്നെങ്കിലും പ്ലെയറിന് ആ ഒരു മാൻ യുണൈറ്റഡ് മതി എന്നുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു സ്റ്റാൻഡിലായിരുന്നു പ്ലെയർ. സോ അതുകൊണ്ട് തന്നെ അതെന്തായാലും ഉടനെ തന്നെ സംഭവിക്കും. എന്തായാലും മാൻ യുണൈറ്റഡിന് ഒരു വലിയൊരു സൈനിങ് തന്നെയാണ് ബെഞ്ചമിൻ സെസ്കോ. നമുക്കറിയാം ആർസണലിൽ കുറച്ച് കാലം നമ്മളെ പിറകെ ഓടിച്ചിരുന്നൊരു വ്യക്തിയാണ് ബെഞ്ചമിൻ സെസ്കോ ഓർ ഗോയിക്കേഴ്സ്. നമ്മൾ കുറേ മാസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എന്തായാലും ഗോയിക്കേഴ്സിനെ കിട്ടിയതിന് ശേഷം നമ്മൾ സെസ്കോൻ്റെ കാര്യത്തിൽ ഒട്ടും മറിയിടല്ല. സെസ്കോ എവിടേക്ക് വേണമെങ്കിലും പോട്ടെ എന്നായിരുന്നു. പക്ഷേ മാൻ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം, എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചമിൻ സെസ്കോനെ നമുക്ക് കിട്ടും, ആർസണലിന് കിട്ടും. വിക്ടർ ഗോയിക്കേഴ്സ് റൂബൻ അമോറിമിൻ്റെ പഴയ ശിഷ്യൻ മാൻ യുണൈറ്റഡിലേക്ക് വരും. ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ ആ പ്ലെയർ കുറച്ചും കൂടി ആ കോച്ചിനിടയിൽ കുറച്ചും കൂടി ത്രൈവ് ചെയ്തേക്കാം. സോ നമുക്ക് സെസ്കോ മാൻ യുണൈറ്റഡിന് ഗോയിക്കേഴ്സ് എന്നൊരു പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അധികം പിന്നോട്ടല്ലാത്തൊരു കാലത്ത് നമ്മളങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഗോയിക്കേഴ്സിനെ നമുക്കും കിട്ടി. ബെഞ്ചമിൻ സെസ്കോ യുണൈറ്റഡിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. സോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം ഇനി എടുത്ത് പറയേണ്ടതുണ്ട്. മാത്യോ കൊവാച്ചിച്ചിനെ തേടി സൗദി പ്രോ ലീഗിൽ നിന്നും ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ പ്ലെയർ തൽക്കാലം വേറെ ഒന്നിലും ഇൻട്രസ്റ്റഡ് അല്ല, താൻ സിറ്റിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ജാക്ക് ഗ്രീലിഷിൻ്റെ കാര്യം, എവർട്ടൺ ഈ ഒരു പ്ലെയറിനെ ഒരു സീസൺ ഫുൾ ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ഒരു ടോക്സ് വളരെ ഏർലി സ്റ്റേജസിൽ ടോക്സ് വന്നതായിട്ട് പറയപ്പെടുന്നു. ബൈ ഓപ്ഷൻ്റെ കാര്യമൊന്നും അതിനകത്ത് പറയുന്നില്ല. ജസ്റ്റ് ലോണ് ആൻഡ് സാലറിയുടെ ഇത്രയും ശതമാനം കവർ ചെയ്യാം, കുറച്ച് സാലറി കവർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എവർട്ടൻ്റെ ഒരു അപ്രോച്ച് വന്നതായിട്ട് റിപ്പോർട്ട്സൊക്കെ വരുന്നത്. ഗ്രീലിഷിൻ്റെ ക്യാമ്പിനെയും അപ്രോച്ച് ചെയ്തതായിട്ട് പറയപ്പെടുന്നു. സോ ഏർലി സ്റ്റേജസാണ്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരെ ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഹാർവി എലിയോട്ടിനെ പൊക്കാനായിട്ട് RB ലൈപ്സിഗ് ചെറുതായിട്ട് ഫോർമൽ ടോക്സ് തുടങ്ങിയതായിട്ട് അറിയാൻ കഴിയുന്നു. അവർക്ക് സാവി സിമൻസിൻ്റെ പകരക്കാരനായിട്ടാണ് അവർ ഹാർവി എലിയോട്ടിനെ തപ്പുന്നത്, അല്ലെങ്കിൽ ഹാർവി എലിയോട്ടിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനകത്തുപോലെ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യത്തിൽ ഫൈനലി ഒരു എൻഡിങ്ങിലേക്ക് വരികയാണെന്നാണ് തോന്നുന്നത്. കാരണം ഡാർവിൻ ന്യൂനസ് ഒരിടയ്ക്ക് നെപ്പോളിയുടെ പ്രൈം ടാർഗറ്റ് ആയിരുന്നു. നെപ്പോളിയിലേക്ക് ഈ പ്ലെയർ പോകും എന്നുള്ളത് ആസ് എ മാറ്റർ ഓഫ് ടൈം എന്നൊക്കെ നമ്മൾ ഒരുപാട് വിചാരിച്ചായിരുന്നു. അവസാനം നെപ്പോളി ആ ഒരു ഇൻട്രസ്റ്റ് കൈ ഒഴിഞ്ഞു. ഡാർവിൻ ന്യൂനസിൻ്റെ കൈ വിട്ടിരുന്നു നെപ്പോളി. സോ ഇപ്പോൾ ഡാർവിൻ ന്യൂനസ് അൽ ഹിലാലിലേക്ക് മുൻപ് പറഞ്ഞിരുന്ന പോലെ, മറ്റൊരു സാധ്യത പറഞ്ഞിരുന്ന പോലെ അൽ ഹിലാലിലേക്ക് പോകുന്ന കാര്യം, ക്ലബ്ബുകൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് 100% എഗ്രിമെൻ്റ് എത്തിയതാണ്. പ്ലെയറും ഏറെക്കുറെ ഗ്രീൻ സിഗ്നലൊക്കെ തന്നു. 2028 വരെയാണ് പ്ലെയറിന് 3 വർഷത്തെ ഡീലാണ് പ്ലെയറിന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 53 മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് എന്നൊരു പാക്കേജാണ് ലിവർപൂളിന് മുമ്പിൽ അൽ ഹിലാൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ഉടനെ തന്നെ ഒരു ഹിയർ വി ഗോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്ലെയറിന് ഇപ്പോൾ വേറെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അധികം അൽ ഹിലാലിനേക്കാളും നല്ലൊരു സൂട്ടർ തൽക്കാലം പ്ലെയറിന് മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അവിടെ ഇൻസാഗിയും പ്ലെയറിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സോ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യത്തിൽ സൗദി പ്രോ ലീഗ് ആയിരിക്കും ഈ ഒരു സമ്മറിൽ ഒരു ഡെസ്റ്റിനേഷനായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ബെഞ്ചമിൻ സെസ്കോനെ ന്യൂകാസിൽ യുണൈറ്റഡിന് കിട്ടാതെ വരുമ്പോൾ
അവിടെ ലിവർപൂളായിട്ട് കണക്ഷൻ വരുന്നത് ഇസാക്കിൻ്റെ വരവിനെ കുറിച്ചാണ്. സോ ബെഞ്ചമിൻ സെസ്കോനെ യുണൈറ്റഡിന് കിട്ടാതെ വരുന്നതോടെ ഇസാക്ക് മിക്കവാറും ലിവർപൂളിലേക്ക് വരുമോ വരില്ല എന്നുള്ള കാര്യത്തിന് ഒരു ലിവർപൂളിന് ചെറിയൊരു ഡിം ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്ത് തന്നെ പുതിയൊരു റൂമർ പെട്ടെന്ന് ഉടലെടുക്കുകയാണ്. കുറച്ചാൾ മുമ്പ് തന്നെ ലിവർപൂളിന് ബാർക്കോളയുടെ മേലൊരു ഇൻട്രസ്റ്റ് പറഞ്ഞു കിട്ടുന്നുണ്ട്. ലീഗ് 1 PSG സ്റ്റാർ പ്ലെയറായ ബാർക്കോളയുടെ മേലുള്ള ലിവർപൂളിൻ്റെ ഇൻട്രസ്റ്റ് അഗെയിൻ റീഇഗ്നൈറ്റഡ് ആയി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്ലെയറിന് താല്പര്യം വേണം. ഫസ്റ്റ് ഹാൻഡ് 100 മില്യൺ മേലെയൊക്കെ ഒരു ഓഫർ, 100 മില്യൺ യൂറോസിനൊക്കെ മേലെ ഒരു ഓഫർ വന്നാലൊക്കെ PSG ആ ഒരു പ്ലെയറെ വിടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ലിവർപൂൾ ഇപ്പോൾ ഇസാക്കിനെ കിട്ടില്ല എന്ന് പറഞ്ഞ് ലീഗ് 1 ഈ ഒരു ടാർഗറ്റിനെ ഓൾ ഇൻ ശ്രമിക്കുമോ എന്നുള്ളത് അറിയില്ല, അത് കണ്ടറിയണം. സാധ്യത അത്ര തോന്നുന്നില്ല. ഇസാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമൊന്നും എത്തിയിട്ടില്ല. അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെസ്കോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏറെക്കുറെ ആകുമ്പോൾ തന്നെ അവർ മിഡ്ഫീൽഡ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രൈറ്റനെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാമറൂണിയൻ മിഡ്ഫീൽഡറായ കാർലോസ് ബലവയുടെ അവൈലബിലിറ്റി അന്വേഷിച്ചാണ് ബ്രൈറ്റനെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. കാരണം നല്ലൊരു എമൗണ്ട് പൊട്ടിക്കേണ്ടി വരും. സോ അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ഡീലിനെ കൺസിഡർ ചെയ്യുന്നത്. സോ എനിവേ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആൻഡ് ന്യൂകാസിൽ യുണൈറ്റഡ് ചെൽസിയുടെ നിക്കോളസ് ജാക്സണിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. ആൻഡ് ചെൽസിയിൽ നിന്നും ഡ്യൂസ്ബറി ഹാള് എവർട്ടണിൽ ജോയിൻ ചെയ്തു. 25 മില്യൺ പൗണ്ട്സ് പ്ലസ് 4 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസ് പാക്കേജിലാണ് പ്ലെയർ ചെൽസിയിൽ നിന്നും എവർട്ടൺ ജോയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ മാർക്ക് ഗുയി പുതിയതായിട്ട് പ്രീമിയർ ലീഗിൽ പ്രൊമോട്ട് ചെയ്ത് വന്ന സണ്ടർലാൻഡിൽ ഒരു സീസൺ ലോണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബൈ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ലോൺ ഡീൽ മാത്രമാണ് എന്നുള്ളതാണ്. അതേപോലെ ന്യൂകാസിലിൻ്റെ ഗോൾ കീപ്പറായ ഡുബ്രാവ്ക ബേൺലിയിലേക്ക് പോകുന്ന കാര്യത്തിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയായി. അവിടെ ജെയിംസ് സ്ട്രാഫോർഡ് സിറ്റിയിലേക്ക് തിരിച്ചു പോയപ്പോൾ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ടാണ് ന്യൂകാസിലിൻ്റെ ഡുബ്രാവ്ക അങ്ങോട്ട് ബേൺലിയിലേക്ക് ചെല്ലുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഒമാരി ഹച്ചിൻസിന് വേണ്ടി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഒരു ബിഡ് ഇപ്സ്വിച്ച് ടൗൺ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് വേണ്ടി 35 മില്യൺ പൗണ്ട്സ് വരുന്ന ഒരു ഓഫറാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വെച്ചത്. പക്ഷേ ഇപ്സ്വിച്ച് ടൗൺ കൂടുതൽ ഫീ വേണം, അതുകൊണ്ട് തന്നെ ആ ഒരു ബിഡ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ബ്രെൻഫോർഡ് ആ ഒരു ഇൻട്രസ്റ്റ് പിന്നെയും ഈ പ്ലെയറിൽ കൊണ്ടുവരുന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. നമ്മൾ കുറച്ചാൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തായിരുന്നു ബ്രെൻഫോർഡിന് ഈ പ്ലെയറിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും. അത് ഇടയ്ക്കൊന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ബ്രെൻഫോർഡ് ഇൻട്രസ്റ്റ് അഗെയിൻ റീഇഗ്നൈറ്റ് ചെയ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ട്സ് പറയുന്നു. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ സീസൺ തുടങ്ങാറായി. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമുക്ക് നമ്മുടെ ഒരു സൈഡ് ലൈൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റി അടുത്ത സീസണിൽ നമുക്കത് കുറച്ചും കൂടി ഗ്രാൻഡ് ആക്കണം, കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക എല്ലാവരും. ഓക്കെ ഗൈസ്, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അലക്സ് ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.